ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ളൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പലഹാരം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള അളവിൽ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശർക്കര ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനി അരിച്ചതിന് ശേഷം ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ചെറുപഴമോ റോബസ്റ്റയോ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പഴം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഇപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ. ഇവിടെ ഇപ്പോൾ പഴവും ശർക്കരയും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1.5 കപ്പ് അളവിലാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ നാളികേരമാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് ചിരകിയ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5 ഏലക്കയാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പലഹാരത്തിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതൽ ലൂസായി പോകാതെ ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇലയിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇല ഇതുപോലെ മടക്കി കുമ്പിള് പോലെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ 2 ടീസ്പൂൺ മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇല ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പലഹാരം ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതേപോലെ ചെയ്തെടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ അട റെഡിയാക്കി എടുക്കുന്നത് പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ പലഹാരം പഴം ചേർത്ത് തയ്യാറാക്കി എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വാസനയാണ് കേട്ടോ. കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.